തുടരുന്നു. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാളെ. 95 മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന വോട്ടെടുപ്പിൽ 1351 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുക. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ, പ്രഹ്ലാദ് ജോഷി, ശിവരാജ് സിംഗ് ചൌഹാൻ, ഡിംപിൾ യാദവ്, സുപ്രിയ സൂലെ തുടങ്ങിയവരാണ് മത്സരരംഗത്തെ പ്രമുഖർ. ആർ രാധാകൃഷ്ണൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ആർക്കെ, നാളത്തെ മൂന്നാം ഘട്ടത്തിൽ ആകെ 95 മണ്ഡലങ്ങളാണ് ജനവിധി തേടാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. കനത്ത സുരക്ഷയിലാണ് ഈ മണ്ഡലങ്ങളെല്ലാം തന്നെ. ആരൊക്കെയാണ് നാളെ ജനവിധി തേടുന്ന പ്രമുഖർ? കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള പ്രമുഖർ നാളെ ജനവിധി തേടുന്ന പട്ടികയിലുണ്ട്. ജ്യോതിരാദിത്യ സിന്ധ്യ, ഡിംപിൾ യാദവ് അടക്കമുള്ള പ്രമുഖരും നാളെ ജനവിധി തേടുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട മത്സരമാണ് എല്ലാ പാർട്ടികളെ സംബന്ധിച്ചും. ഇത് BJPയെ സംബന്ധിച്ച് ഗുജറാത്ത്, BJP കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ സംസ്ഥാനങ്ങളിലൊന്നായിട്ടുള്ള ഗുജറാത്ത് ബൂത്തിലെത്തുന്നു എന്നുള്ളത് ആ പാർട്ടിക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ഈ ഘട്ടവുമായി ബന്ധപ്പെട്ട് 95 സീറ്റുകളിൽ ഏതാണ്ട് 74 ഇടങ്ങളിൽ BJPയുടെ സിറ്റിംഗ് സീറ്റുകളാണ് എന്നതും ആ പാർട്ടിക്ക് ഈ ഘട്ടത്തിൽ വലിയ പ്രാധാന്യം നൽകാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചും മറ്റ് പാർട്ടികളെ സംബന്ധിച്ചും ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ മത്സരിച്ചതിന്റെ ഫലം ഇത്തവണ ലഭിക്കും, ഈ ഘട്ടത്തിൽ ലഭിക്കും എന്ന പ്രതീക്ഷയാണ് അവർ വെച്ചു പുലർത്തുന്നത്. ശക്തമായിട്ടുള്ള പ്രചരണമാണ് ഈ മണ്ഡലങ്ങളിൽ നടന്നു വന്നത്. ഇന്ന് നിശബ്ദ പ്രചരണം ആയതുകൊണ്ട് തന്നെ ആ സാധ്യതകൾ കൂടി മുതലെടുക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പതിവ് പോലെ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള വിലയിരുത്തൽ യോഗം ഇന്ന് ചേരും. അതിനുശേഷമായിരിക്കും അന്തിമമായിട്ടുള്ള നിർദ്ദേശങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിലോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകൾ വേണമെങ്കിലോ അത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളും നൽകുക. ശരി, ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.